N20 News. നമസ്കാരം, എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. നീറ്റ് 2025 ആപ്ലിക്കേഷൻ നടപടികളിലേക്ക് NDA കടക്കുന്നു. ആധാർ അപ്ഡേറ്റ് നിർബന്ധം. IIT അബുദാബി ക്യാമ്പസിലെ പ്രവേശനം JEE അഡ്വാൻസ് CAT സ്കോർ അനുസരിച്ച്. UGC നെറ്റ് പുതുക്കിയ തീയതി ജനുവരി 21-നും 27-നും. അമൃത ബിടെക് ഓൺലൈൻ എൻട്രൻസ് എക്സാം ഫെബ്രുവരി 1-2 തീയതികളിൽ. സ്ലോട്ട് ബുക്കിംഗ് ജനുവരി 17 മുതൽ. നീറ്റ് 2025 ഓൺലൈൻ അപേക്ഷകൾ ഉടൻ ആരംഭിക്കും. ഈ വർഷം എല്ലാ അപേക്ഷകരും അവരുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. വിശദാംശങ്ങളിലേക്ക്. നീറ്റ് 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ നടപടികളിലേക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA കടക്കുന്നതിൻ്റെ ആദ്യപടിയായിട്ട് NEET.NTA.nic.in എന്ന വെബ്സൈറ്റിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇന്നലെ ജനുവരി 14 പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഓൺലൈൻ ആപ്ലിക്കേഷൻ നിശ്ചിത സമയത്ത് തന്നെ ആരംഭിക്കുമെന്നും, അതായത് 2024 നമുക്കറിയാം ഫെബ്രുവരി 1 തന്നെ ആരംഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 2025 നിശ്ചിത സമയത്ത് തന്നെ ആരംഭിക്കും. അങ്ങനെ ആരംഭിക്കുമ്പോൾ കുട്ടികളുടെ ആധാർ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. അത് പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതിനും ഒക്കെയുള്ള നടപടികളിൽ വളരെ സുതാര്യവും വളരെ വേഗത്തിലാക്കുന്നതിനും ഉപകാരപ്പെടുമെന്നുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇപ്പോൾ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ആധാർ ID എന്ന് പറയും. അതനുസരിച്ച് ആധാർ ID, അതായത് നമ്മളുടെ ആധാർ ഏറ്റവും അപ്ഡേറ്റഡ് ആയിരിക്കണമെന്ന് തന്നെ. അത് നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം, ആധാറിൻ്റെ നമ്പർ കൊടുക്കുമ്പോൾ അത് ഏത് മൊബൈലിലോട്ടാണോ ലിങ്ക് ചെയ്തിരിക്കുന്നത് അതിനകത്തോട്ട് OTP പോവും. ആ OTP എൻ്റർ ചെയ്തിട്ട് വേണം നമുക്ക് ആപ്ലിക്കേഷൻ്റെ രജിസ്ട്രേഷൻ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ. അതിനുശേഷം നമുക്ക് പരീക്ഷാ സമയത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ഫേസ് ഐഡൻറ്റിഫിക്കേഷൻ, നമ്മളുടെ ബയോമെട്രിക് സംവിധാനം അതൊക്കെ ആധാറുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. അപ്പോൾ അവിടുത്തെ അറ്റൻഡൻസ് നടപടിക്രമങ്ങളൊക്കെ അത് വേഗത്തിലാക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് എല്ലാ കുട്ടികളും അവരുടെ ആധാർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയും അത് ഏതെങ്കിലും ഒരു മൊബൈലിലോട്ട് ലിങ്ക് ചെയ്യുകയും ചെയ്യണമെന്നുള്ളതാണ് NTA ഇപ്പോൾ പുതിയതായിട്ട് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. ഇതനുസരിച്ച് നമുക്കിപ്പം വിദേശത്തുള്ള കുട്ടികൾക്ക് ആധാർ അപ്ഡേഷനൊന്നും ഇപ്പോൾ ഉള്ള സാഹചര്യം ഇല്ല എങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ വർഷമാണെങ്കിലും ആധാർ ഇല്ലാത്ത കുട്ടികൾക്കും പാസ്പോർട്ട് ഉപയോഗിച്ച് രജിസ്ട്രേഷൻ നടപടികൾ നടത്താമായിരുന്നു. അപ്പം ആധാറുള്ള ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചുള്ള ഇതിൻ്റെ ഒരു വേഗത്തിലാക്കുന്നതിനും സുതാര്യമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു അപ്ഡേഷനാണ് വന്നിരിക്കുന്നത്. ആധാർ ഉള്ളവർ അത് അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ള നോട്ടിഫിക്കേഷൻ NEET.NTA.nic.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. കുട്ടിയുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അനുസരിച്ച് കാൻഡിഡേറ്റിൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ആധാർ പോലെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ NTA പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ ആധാർ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കാൻഡിഡേറ്റിൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും രജിസ്ട്രേഷൻ ലിങ്കിലോട്ട് വരും. അതുകൊണ്ട് ഹ്യൂമൻ എററുകൾ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. എന്നാൽ മറ്റ് അച്ഛൻ്റെ പേരോ അമ്മയുടെ പേരോ അഡ്രസ്സോ ഒന്നും ആധാർ അനുസരിച്ച് അല്ലെങ്കിൽ ക്ലാസ് 10 മാച്ച് ചെയ്യേണ്ട കാര്യമില്ല. കുട്ടിയുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ആണ് ആധാറിലെ പോലെ തന്നെ വേണ്ടത്. അതുപോലെ ഏതെങ്കിലും ഒരു മൊബൈലുമായിട്ട് ഇത് ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ NTA പറഞ്ഞിരിക്കുന്നത്. IIT ഡൽഹിയുടെ കീഴിലുള്ള IIT അബുദാബി ക്യാമ്പസ് ഒരു പുതിയ അധ്യായം. വിശദാംശങ്ങളുമായി ജോർജ് ചേരുന്നു. ഇന്ത്യയുടെ അഭിമാനമായ IIT ഡൽഹിയുടെ കീഴിൽ അബുദാബിയിൽ ഒരു പുതിയ ക്യാമ്പസ് തുറന്നിരിക്കുന്നു. ഈ ക്യാമ്പസിൽ 3 പ്രധാന എഞ്ചിനീയറിംഗ് ബിരുദ പരിപാടികളാണ് നിലവിലുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഡിജിറ്റൽ ലോകത്തെ നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു മികച്ച ഓപ്ഷനാണിത്. എനർജി സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ബ്രാഞ്ച് തിരഞ്ഞെടുക്കാം. കെമിക്കൽ എഞ്ചിനീയറിംഗ്. രാസവ്യവസായത്തിൽ ഒരു ഭാവി കാണുന്നവർക്ക് ഈ ബ്രാഞ്ച് അനുയോജ്യമാണ്. ഈ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കുന്നതിന് നിങ്ങൾ JEE അഡ്വാൻസ്ഡ് പരീക്ഷയിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ കമ്പൈൻഡ് അഡ്മിഷൻ എൻട്രൻസ് പരീക്ഷ എഴുതിയിരിക്കണം. ഏത് പരീക്ഷയിൽ പങ്കെടുത്ത് അഡ്മിഷൻ നേടണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി എന്തുകൊണ്ടാണ് അബുദാബി IIT എന്ന് ചോദിച്ചാൽ, ലോകത്തെ മികച്ച വിദ്യാഭ്യാസം. IIT ഡൽഹിയുടെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം അബുദാബിയിലും ലഭ്യമാണ്. ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികളുമായി ഇടപഴകാനുള്ള അവസരം, മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ, ആധുനിക ലാബുകൾ, ലൈബ്രറികൾ, ഹോസ്റ്റലുകൾ എന്നിവയെല്ലാം ക്യാമ്പസിൽ ലഭ്യമാണ്. ഭാവി എഞ്ചിനീയർമാർക്ക് ഒരു അവസരം. അബുദാബി IITയിൽ പഠിക്കുന്നത് നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിന് ഒരു വലിയ അവസരമാണ് എന്ന് തന്നെ പറയാം. ലോകത്തെ മികച്ച എഞ്ചിനീയർമാരിൽ ഒരാളാകാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് NTAയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ദേശീയ അർഹത പരീക്ഷ നെറ്റ് 2024 തീയതിയിൽ വലിയ മാറ്റം വരുത്തിയിരിക്കുകയാണ്.
നേരത്തെ ജനുവരി 15-ന് നിശ്ചയിച്ചിരുന്ന പരീക്ഷ ഇപ്പോൾ ജനുവരി 21-ന് രാവിലെയും ജനുവരി 27-ന് ഉച്ചയ്ക്ക് ശേഷവുമായി തിരിക്കാൻ തീരുമാനിച്ചു. വിശദാംശങ്ങളിലേക്ക്. ദേശീയ അർഹത പരീക്ഷ നെറ്റിന്റെ 2024 തീയതിയിൽ വലിയ മാറ്റം വരുത്തിയിരിക്കുകയാണ്. നേരത്തെ ജനുവരി 15-ന് നിശ്ചയിച്ചിരുന്ന പരീക്ഷ ഇപ്പോൾ ജനുവരി 21-ന് രാവിലെയും ജനുവരി 27-ന് ഉച്ചയ്ക്ക് ശേഷവുമായി തിരിക്കാൻ തീരുമാനിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെ ഉത്സവ ദിവസങ്ങളുമായി ഏകോപിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുമാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. ഒരിക്കൽ കൂടി ശ്രദ്ധയിൽപ്പെടുത്താം, പുതിയ തീയതികൾ പരീക്ഷ 2 ദിവസങ്ങളിലായിട്ടാണ് നടത്തപ്പെടുന്നത്. സമയം ജനുവരി 21-ന് രാവിലെയും ജനുവരി 27-ന് ഉച്ചയ്ക്ക് ശേഷവുമായാണ് പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നത്. പുതിയ തീയതിയും സമയവും ഉൾപ്പെടുത്തിയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. പുതിയ തീയതി പ്രകാരം പഠന പദ്ധതികൾ അതിനനുസൃതമായി ക്രമീകരിക്കാനുള്ള ഒരു അവസരവുമുണ്ട്. പരീക്ഷാ കേന്ദ്രത്തിന്റെ വിവരങ്ങൾ എക്സാമിന് മുന്നോടിയായി തന്നെ പരിശോധിച്ചു വെക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് NTA വെബ്സൈറ്റ് സന്ദർശിക്കുക. അമൃത എഞ്ചിനീയറിംഗ് പ്രവേശനം 2025 ഫെബ്രുവരി 1-2 തീയതികളിൽ നടക്കും. അപേക്ഷിക്കാൻ ജനുവരി 25 വരെ സമയമുണ്ട്. JEE മെയിൻ റാങ്ക് അടിസ്ഥാനത്തിലും പ്രവേശനം ലഭിക്കും. ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ, അമരാവതി, അമൃതാപുരി എന്നീ ക്യാമ്പസുകളിലെ വിവിധ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.